സീക്വൻസുകൾ കണ്ട് മാർക്കോയെ ഇന്ത്യൻ സിനിമാ ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ മാർക്കോ എന്ന സിനിമയെ മാർക്കോ ആക്കി തീർത്തതിന് പിന്നിൽ ഒരു കരം പ്രവർത്തിച്ചിട്ടുണ്ട്. മാർക്കോ എന്ന സൂപ്പർ സ്റ്റാറിനെ നമ്മൾ കണ്ടു. കൊടും വില്ലനായ റസലിനെയും സൈറസിനെയും കണ്ടു. എന്നാൽ കാണാൻ ഇനി ഒരാളെ കൂടി ബാക്കിയുണ്ട്. ഒന്ന് കണ്ടു വന്നാലോ? കാണാൻ ആഗ്രഹിച്ചിരുന്ന പക്ഷെ അതിൽ ബ്ലഡും ഈ പറഞ്ഞ പോലെ ഭയങ്കര വീട് എപ്പം സുന്ദര കുട്ടനായിട്ട് കുടിച്ചൊരുങ്ങി സുന്ദര കുട്ടനായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടൻ ഇരിക്കാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫുൾ ബ്ലഡിൽ കുളിച്ച് ഈ ഒരു ആക്ഷനോടെ കിട്ടുന്ന ഒരു പരിപാടിയായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. ക്ലാസ്സിന് രണ്ട് സമയത്തും അതായത് ഈ നമ്മുടെ അസ്ഥി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളൊക്കെ തെറിച്ച് വീഴുന്ന പോലത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഇൻപുട്സ് ഉണ്ട് എത്രത്തോളം എങ്ങനെയുണ്ട്? മറ്റേ കണ്ടെയ്നറിന്റെ ആൻസംബോളിന്റെ ക്യാരക്ടർ ഞങ്ങൾ തന്നെയാണ് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൈയും കാലും ഒന്ന് 10 കൈയും കാലും ഉണ്ട്. ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് കൈയും കാലൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അസിസ്റ്റന്റ് കണ്ടെയ്നറിനകത്ത് നിൽക്കുകയാണ്. പക്ഷെ ആക്ഷൻ പറയുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് അവിടെ നിന്ന് കൈയും കാലും വലിച്ചെറിയും. ജഗദീഷന്റെ കൈ തന്നെയാണ് ഡൈ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോ ഗ്രോത്തും ഈ പറഞ്ഞ പോലെ എല്ലാം കളർ ടോണും സാധനങ്ങളെല്ലാം നല്ല ടൈം എടുക്കുന്ന വർക്കാണ് അത്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് കൊടുക്കണം. ഇത് അൻവറിന്റെ കൈ, നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൈയുടെ ആ ഒരു ഹെഡാണിത്. അപ്പൊ ആ ഹെഡും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പുള്ളി ഒരു 3 hours വരെ നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് ആൾ ഇരുന്നതാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് പുള്ളിക്കും ഭയങ്കര ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. മാർക്കോയിലെ ചോര കളി കണ്ട് നിങ്ങൾ തരിച്ചിരുന്നിട്ടില്ലേ? അതിന്റെ യഥാർത്ഥ റീസണിനെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ദി മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി സുരേന്ദ്രൻ ടു ദി ഷോ. നമസ്കാരം. ആദ്യത്തെ തന്നെ ചോദ്യം നേരെ നമ്മുടെ പഴയ പ്രീവിയസ് വർക്ക്സിലേക്കാണ്. ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ചെയ്ത് നല്ല ക്യാരക്ടർ ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു മേക്കപ്പ് മാൻ ഓൾ ഓഫ് എ സഡൻ മറ്റേ ബ്ലഡി ക്രൂവൽ ബ്രൂട്ടൽ മേക്കപ്പ് മാൻ ഓഫ് ദി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൈറ്റിൽ വരുന്നത്. എങ്ങനെയാണ് മാർക്കോ ജീവിതത്തിൽ സംഭവിച്ചത്? ഫസ്റ്റ് ഓഫ് ഞാൻ താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് തന്നെ. കാരണം ഒരു പ്രൗഡ് മൂവ്മെന്റാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് വളരെ നിഷ്കളങ്കമായ ഒരു ഫീൽ ഗുഡ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സുധി സുരേന്ദ്രൻ ഇപ്പോൾ കേരളം അറിയുന്ന ഒരു മേക്കപ്പ് മാൻ, ഇന്ത്യൻ അറിയുന്ന ഒരു മേക്കപ്പ് മാൻ ആയി വളരെ ബ്രൂട്ടൽ മേക്കപ്പ് മാൻ ആവാൻ സാധിച്ചത് ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിന് താങ്ക്സ് പറയാണ് ഡയറക്ടർ അനീഫ് സാർ, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്ന അനീഫ് പ്രൊഡ്യൂസർ സാസ്, ഉണ്ണിച്ചേട്ടൻ, എല്ലാവർക്കും ഈ വ്യവസ്ഥയിൽ ഞാൻ ഭയങ്കര താങ്ക്സ് കടപ്പെട്ടു. കാരണം ഞാൻ ഈ മാർക്കോ സിനിമയിൽ എത്തുന്നത് അനീഫ് സാർ എന്നെ കോൺടാക്ട് ചെയ്തു. ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യം സംസാരിച്ചു, സബ്ജക്റ്റ് കേട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് കമ്മിറ്റ് ചെയ്തത്. ഈ ആദ്യത്തെ കോള് വരുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നോ? നമ്മളിങ്ങനെ ഫീൽ ഗുഡ് മൂവി ഒക്കെ ചെയ്ത ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ പോവാണ്, അപ്പൊ എടുത്തു വെക്കുന്ന അത്രയും വലിയൊരു റിസ്ക് ആണ്, ഇത്രയും വലിയൊരു മൂവിയാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി അനീഫ് സാറിനുള്ള ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് റിനിച്ചേട്ടൻ ഹാരിസൊക്കെയും ആണ് കണക്ട് ചെയ്ത് തന്നത് അനീഫിക്ക്. അപ്പോൾ അനീഫിക്ക് കണക്ട് ചെയ്ത് തന്നു. ഞാൻ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയം തോന്നി. കാരണം ഇത് സാധാരണ നമ്മൾ ഫീൽ ഗുഡ് മൂവി ചെയ്തു തന്ന ഞാൻ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇത്രയും ഞാൻ അവിടെ ഇരുന്നു പോയി. കാരണം ഇന്ത്യയിൽ തന്നെ ഞാൻ ഇത്രയും വയലൻസ് മൂവി പുള്ളി പറഞ്ഞു കേട്ടിട്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ പുള്ളി പറഞ്ഞു അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് വേണം. അപ്പോൾ സുധിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം നമുക്കിതിപ്പോൾ എന്താ, നമ്മൾ ഇത്രയും വലിയൊരു വർക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ സാധാരണ ഇത്രയും ഇന്ത്യയിൽ വരെ കണ്ടിട്ടുള്ള ഇത്രയും വയലൻസ് മൂവി സാധാരണ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചെയ്യാറ്. ഈ ഇത്രയും പ്രോസറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നാൽ ചെയ്യാറ്. അപ്പോൾ എന്നെപ്പോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അവർ ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് ചലഞ്ചിങ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ മാർക്കോനെ കുറിച്ച് പറയുമ്പോൾ എല്ലാരും പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അവതരിക്കുകയാണ് ഇതുവഴി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണം ഈ മേക്കപ്പിനോട്, ഈ പ്രോസ്തെറ്റിക് മേക്കപ്പിനോടൊക്കെ എങ്ങനെയായിരുന്നു? അത് സത്യമായിട്ടും അത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ആർട്ടിസ്റ്റിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ ഒരു ഗെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫെയിലിയർ ആവും. അപ്പോൾ അത് ആർട്ടിസ്റ്റ് ഉണ്ണിച്ചേട്ടനായിരുന്നാലും ജഗദീഷ് സാറായിരുന്നാലും സിദ്ധി സാറായിരുന്നാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഉണ്ണിച്ചേട്ടനെ പറയാൻ തന്നെ പറ്റും. കാരണം അത്രയും ആൾ എഫർട്ട് എടുത്ത് ചെയ്തതാണ് മാർക്കോ. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ എത്തിക്കാൻ പോകുന്നതും അതിന് അഭിമാനമാണ്, സന്തോഷമാണ്.
സിനിമയെ കുറിച്ചാണെങ്കിൽ കുറെ ഇപ്പൊ നമുക്ക് ഓരോ വിഷ്വൽ എടുത്ത് വെച്ച് ചോദിക്കേണ്ടത് എങ്ങനെയാ ചെയ്ത മനുഷ്യ എന്നൊക്കെ. ഇപ്പൊ പെർട്ടിക്കുലർലി നമ്മൾ ഫസ്റ്റത്തെ ഫൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് റെഫറൻസസ്. ഇപ്പം ഉണ്ണി മുകുന്ദന്റെ കണ്ണിലെ ബ്ലഡിന്റെ ഒരു ഷോർട്സ് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ബ്ലഡ് ആയിക്കോട്ടെ, അല്ലാണ്ട് ഇപ്പം എത്രയോ ലിറ്റേഴ്സ് ബ്ലഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്തത് പടത്തിന് വേണ്ടി. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഇപ്പൊ പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ ഫുൾ ബ്ലഡ്, അതിൽ ഇങ്ങോട്ട് കണ്ണിന്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ട്. അപ്പൊ അത് കുറെ ആൾക്കാർ വിചാരിച്ച ഐ ബ്ലഡ് അല്ല, VFXന്റെ വർക്കാണെന്ന് വിചാരിച്ചാൽ, പക്ഷെ ശരിക്കും അതല്ല. അത് ഐ ബ്ലഡ് എന്നുള്ള പ്രോഡക്റ്റ് ആണ്. ഐ ബ്ലഡ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഐ ബ്ലഡ് അങ്ങനെ കണ്ണിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐ ഡ്രോപ്സ് ആണ്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് 5 മിനിറ്റത്തേക്ക് ഒരു റെഡ് വിഷലായിരിക്കും. നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുക, റെഡ് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുമ്പോഴത്തെ വിഷലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് എന്താ പറയുക, അത് എല്ലാ ആർട്ടിസ്റ്റുകളും സമ്മതിക്കണമെന്നില്ല. കാരണം കണ്ണിൻ്റെ ഉള്ളിൽ ഇടുന്നതല്ലേ. പക്ഷെ ഉണ്ണിച്ചേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഞാൻ എൻ്റെ കണ്ണിനുള്ളിലിട്ട് പുള്ളിയെ കൺവിൻസ് ആക്കിയ ശേഷം പുള്ളി ഓക്കെ ഡെഫിനറ്റ് പറഞ്ഞു. ത്രൂ ആയിട്ട് ഐ ബ്ലഡ് യൂസ് ചെയ്ത ആളാണ് ഉണ്ണിച്ചേട്ടൻ. പിന്നെ അതുപോലെ തന്നെ ഈ ഭയങ്കര അവിടുത്തെ 3 ഫൈറ്റ് അത് ഗംഭീരമായിട്ട് കുറച്ച് സ്ട്രെയിൻ എടുത്ത വർക്കായിരുന്നു. അതിലാണ് നമ്മുടെ ആദ്യത്തെ കൈവെട്ടൽ സീൻ വരുന്നത്. അതുവരെ സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പടമായിരുന്നു. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ പറയുമ്പോൾ തന്നെ കുറെ പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു വൈറ്റ് ഫ്ലൂയിഡും കൂടി തെറിച്ച് വരുന്നുണ്ട്. ചോരയുടെ കൂടത്തിൽ ഒരു വൈറ്റ് ഫ്ലൂയിഡും കൂടെ വരുന്നുണ്ടെന്ന്. സോ അതൊക്കെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് എങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്ത് ചെയ്യുന്നത്? ഡീറ്റെയിലിംഗ് അതിൽ ശരിക്കും കണ്ടിട്ടില്ലെന്നാണ്, നമ്മൾ സിനിമയിൽ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ്. കാരണം സെൻസറിങ്ങിൽ കട്ടായിട്ടുണ്ട്. കാരണം 8 മിനിറ്റോളം ഇതിന്റെ ബിഗിനിങ് തുടങ്ങുമ്പോൾ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. കൈവെട്ട് മാറ്റുന്ന ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൈവ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം സെൻസറിങ് പ്രോബ്ലം കാരണം കട്ട് ചെയ്ത് മാറ്റിയില്ല. കൈ കട്ടായ ശേഷം വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ ഇപ്പൊ സ്കിന്ന് തെറിക്കുന്നതിന്റെ ഒരു എഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ വൈറ്റ് ജെല്ല് ഒരു ഫ്ലൂയിഡ് കറക്റ്റ് കിട്ടിയത്. അപ്പൊ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അതിനൊക്കെ കുറെ പോസിറ്റീവ് കിട്ടിയത്. കാരണം മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, എത്രമാത്രം ഒറിജിനാലിറ്റി ആക്കാം, മാക്സിമം VFXന്റെ വർക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ VFXന്റെ പ്രശാന്ത് ഏട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു തന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് ആളും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മുടെ ക്രിയേഷൻ കാണിച്ചു തരും. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രീ വർക്ക്സ് എങ്ങനെയായിരുന്നു എന്നറിയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. കാരണം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സീൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അതിൽ എങ്ങനെയൊക്കെ വരണം, ഇത് എങ്ങനെയൊക്കെ ട്രയൽ നിങ്ങൾ ചെയ്തോ ആർട്ടിസ്റ്റുകളുടെ പുറത്ത്, അതോ എങ്ങനെ ഡയറക്ട്ലി ചെയ്യുമായിരുന്നു? ഞങ്ങൾ ചെയ്തു. കാരണം ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് 1 മന്ത് മുമ്പേ ഇതിന്റെ വർക്ക് തുടങ്ങിയായിരുന്നു. വർക്ക്ഷോപ്പിലെടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ തന്നെ ഈ ജഗദീഷ് ചേട്ടന്റെ കൈ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ്. പുള്ളിയുടെ കൈ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ 1 മാസം മുമ്പേ തന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങി, അതിൻ്റെ വർക്ക് തുടങ്ങി. അതുപോലെ തന്നെ കബീർ സിംഗിന് ബോംബെയിൽ നിന്ന് ആളെ ഇങ്ങോട്ട് വരുത്തിച്ചു, കൊച്ചിയിൽ വരുത്തിച്ചു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുത്തിച്ചു. ഒരു ദിവസം പുള്ളിയുടെ ഹെഡ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിടത്തേക്ക് പുള്ളിയുടെ ഹെഡ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓരോ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ അനീഫിക്ക ഓൾമോസ്റ്റ് സെറ്റായി. അനീഫിക്ക അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കണ്ടപ്പോൾ തന്നെ ആള് ഹാപ്പിയായി. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങണതിൻ്റെ അന്നാണ് പുള്ളി അത്രയും കോൺഫിഡൻ്റ് ആയത്. ഷൂട്ടിംഗ് തുടങ്ങണതിൻ്റെ അന്ന് ജഗദീഷ് ചേട്ടൻ്റെ കൈ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ബോക്സ് ഉണ്ടല്ലോ, സിനിമയിൽ കാണുന്ന ബോക്സ്, ആ ബോക്സിനകത്ത് തന്നെ കൈ വെച്ച് ആ കളർ ടോണും ബ്ലഡും ഉൾപ്പെടെയാണ് പുള്ളിയെ പ്രസൻറ്റ് ചെയ്യുന്നത്, പുള്ളിയെ കൊണ്ട് കാണിക്കുന്നത്. സാർ ഞങ്ങൾ ജഗദീഷ് സാറിൻ്റെ കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷൂട്ട് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ മാർക്കോയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം തന്നെ ഞാൻ ഈ ബോക്സോടെ സാറിനെ കൊണ്ട് കാണിച്ചപ്പോൾ സാറ് ഞെട്ടി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ പുള്ളി കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ പുള്ളി ഉദ്ദേശിച്ചേക്കാളും ഭയങ്കര റിസൾട്ട് അതിന് കിട്ടി. അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ കിട്ടി. അല്ല, ഈ പ്രോസ്തെറ്റിക്സിന്റെ നമുക്ക് നേരിട്ട് കണ്ട് ഇൻ ഡീറ്റെയിൽ കുറച്ചുകൂടി ചോദിക്കാറുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് കൂടെ പോവാണെങ്കിൽ ഇപ്പോൾ ഈ മാർക്ക് ഒരു കംപ്ലീറ്റ് മൂവി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഏതായിരിക്കും? ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ടെൻഷനും വർക്കാവും എന്നുള്ളതിൽ ഇതിന് വേണ്ടി അൻവറിന്റെ കൈ കട്ട് ചെയ്ത് മാറ്റുന്ന സീൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട്. കാരണം ആ മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ആ കട്ടിങ് മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ട് നമ്മൾ എക്സ്ട്രാ കൈ ഫിറ്റ് ചെയ്ത കൈയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, മുറിച്ച് മാറ്റുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും പാളിച്ച് മെഷീൻ തിരിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ടൈമിങ് പറ്റുകയോ ഭയങ്കര ടെൻഷൻ പറയുന്നത്. കാരണം സ്ട്രെസ്സും കൂടെയാണ്. സ്ട്രെസ് ഓൾറെഡി അതിന്റെ ആ മെഷീനിൽ ലോക്കായാൽ തന്നെ പ്രോബ്ലമാണ്. അപ്പൊ ഞാൻ സ്ട്രെസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രശാന്തിനെ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു. എന്നിട്ടാണ് ഓൾറെഡി ആ സ്കിന്നിൽ കട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒറ്റ ടേക്കിന് തന്നെ കഴിയും വേണം. കാരണം അത് കഴിഞ്ഞ് പിന്നെ വേറെ കൈയില്ല അതിന്, പുള്ളിയുടെ കൈ. നമ്മൾ റിഹേഴ്സലൊക്കെ വേറെ ഡെമ്മി ചെയ്ത് നോക്കിയെങ്കിലും പക്ഷേ ഈ മെഷീൻ കൊണ്ട് ലൈവായിട്ട് കട്ട് ചെയ്യണമെന്നുള്ള സീൻ ഉണ്ടായി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ഒരു എന്താ പറയുക, അത് വർക്കായില്ലെങ്കിൽ നമ്മൾ അത്രയും ചെയ്ത് വേസ്റ്റ് ആവും.
പക്ഷെ അത് കട്ടായിപ്പോൾ ഇത് സെൻസറിങ്ങിൽ കട്ടായപ്പോൾ വിഷമമായി, കാണാൻ പറ്റിയിട്ടില്ല. സെൻസറുകാരെ കുറ്റമിട്ട് കാര്യമില്ല, പ്രേക്ഷകരല്ലേ. അതെ, ഇപ്പൊ മാർക്കോ ബ്രൂട്ടൽ ആണെങ്കിൽ മാർക്കോ 2 അതിലും ബ്രൂട്ടൽ ആയിരിക്കും എന്നുള്ള ന്യൂസസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച ഒരാള് എന്നുള്ള നിലയിൽ 2ന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നല്ല പ്രതീക്ഷയാണ്. ഇതിനും മേലെ ഇനി ഒന്ന് ചെയ്യാൻ പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. ഇതിന് മേലെ തന്നെ ഇനി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഇതുമായിരിക്കില്ല, ഇതിന് മേലെ ആയിരിക്കാം. എന്തെങ്കിലും സൂചന ഒക്കെ കിട്ടി തുടങ്ങിയോ എന്ന് ചോദിക്കട്ടെ. ഒന്നും അങ്ങനെ അല്ല, ലാസ്റ്റ് നമ്മൾ സീനിൽ ഒരു കൈയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് ആരായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണല്ലേ? ഒഫീഷ്യലി ഒന്നും അനൗൺസ് ആയിട്ടില്ല, എന്തായാലും ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു മാർക്കോ ജേണി എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്കറിയാം ഹനീഫ് അദേനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് ആണ് മൂവിയിലെ ഓരോ സീനിലും നമ്മൾ കാണുന്നത്. സോ നിങ്ങൾ ആസ് എ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്? അതെ, ഹനീഫ് സാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആളെ പറ്റി ഞാൻ കുറച്ച് കേട്ട ആള് ഭയങ്കര ദേഷ്യമാണ്, എല്ലാം ടെൻഷനാണ്, സംസാരിക്കുന്നത്. എനിക്ക് ടെൻഷനാണ്, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ആളെ പോലത്തെ ഒരു പാവം മനുഷ്യൻ, പെർഫ്യൂമിനെ സ്നേഹിക്കുന്ന ആളാണ്, ഭയങ്കര പെർഫ്യൂം. അപ്പൊ പുള്ളിക്ക് ആള് പറയുന്നത് എന്താണോ നമ്മൾ അതിന്റെ ഡബിൾ ഇരട്ടി കൊടുക്കുകയാണ്. അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല, ഇത്രയും വരെയും പടം ചെയ്തിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ചെറിയ പടങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാകും. പക്ഷെ ഇത്രയും വലിയൊരു പടം ചെയ്തിട്ട് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഹനീഫ് സാർ ഭയങ്കര കൂളായിരുന്നു. ആള് പറയുന്നു, ഞങ്ങളത് അതേപോലെ തന്നെ അതിന്റെ മാറ്റങ്ങൾ, ചെറിയ ചെറിയ കറക്ഷൻസ് പറയും, മാറ്റങ്ങൾ അങ്ങനെ സംഭവിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു സംഭവം ലാസ്റ്റ് ക്ലൈമാക്സിലുള്ളത്, അത് നമ്മൾ പ്ലാനിങ്ങേ ഇല്ലാത്ത സാധനം. ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഫേസിന്റെ പകുതി ഭാഗം ഇല്ലാതെ പ്ലാനിങ്ങേ ഇല്ലാത്ത സാധനം. ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് ജഗദീഷ് ചേട്ടൻ അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈവനിങ്ങിന് പോകണം. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാനത് മാക്സിമം ഒരു 1 hour ചെയ്ത സംഭവമാണ്. ആ കണ്ണിന്റെ ഫുൾ കവർ ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് അന്ന് അവിടെ എനിക്ക് ഭയങ്കര കയ്യടിയും, കാരണം അത്ര പെട്ടെന്ന് ചെയ്തു പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു. അത് അനീഷ് സാർ അന്ന് ലൊക്കേഷനിൽ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമാണ്. ഈ ബ്ലാസ്റ്റിന് 2 സമയത്തും, അതായത് ഈ നമ്മുടെ അസ്ഥി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളൊക്കെ തെറിച്ച് വീഴുന്ന പോലത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഇൻപുട്സ് ഉണ്ട്, എത്രത്തോളം എങ്ങനെയുണ്ട്? മറ്റേ കണ്ടെയ്നറിന്റെ ആൻസംബോളിന്റെ ക്യാരക്ടറിൽ ഞങ്ങൾ തന്നെയാണ് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൈയും കാലും ഒന്ന് 10 കൈയും കാലും ഉണ്ട്. ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് കൈയും കാലൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അസിസ്റ്റന്റ് കണ്ടെയ്നറിനകത്ത് നിൽക്കുകയാണ്. പക്ഷെ ആക്ഷൻ പറയുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് അവിടെ നിന്ന് കൈയും കാലും വലിച്ചെറിയും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ നമ്മളെ പ്രശാന്ത് ഏട്ടന്റെ 1-2 ക്രിയേഷനും അതിലുണ്ട്. കൂടുതൽ നമ്മുടെ കൈയും കാലം തന്നെയാണ് അതിന്റെ അകത്തും തെറിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി. ഓക്കെ, ഇപ്പം മാർക്കോന്റെ ഈ ജേർണിന്റെ അത് കുറെ ചലഞ്ചസ് നേരിട്ടുണ്ടെന്ന് അറിയാം. എന്തായാലും ഇതൊരു എക്സ്പെരിമെന്റും കൂടിയാണല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ജേർണിയിലെ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ജേർണിയിലെ. ഇപ്പൊ നോർമലി നമ്മൾ ക്യാരക്ടർ മേക്കപ്സ് ചെയ്യും, പ്രോസ്തെറ്റിക്സ് ചെയ്യും, ഇതിലെല്ലാം കൂടി ക്ലബ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നല്ലോ. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്? ഇപ്പൊ ഹോട്ടലിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു, അല്ലെ വണ്ടി പിടിച്ചു വെച്ചു എന്ന കുറെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. മൂന്നാറിന്റെ ക്ലൈമാക്സ് ഷൂട്ട് മൂന്നാർ ഇന്റർവ്യൂ ഷൂട്ട് നടക്കുമ്പോൾ നൈറ്റ് ഷൂട്ട് രാവിലെ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത് സ്പെഷ്യലി. വൈകുന്നേരം വരുമ്പോൾ ഫുള്ള് ബ്ലഡിലെ കുളിച്ച് വരുന്നത്. അപ്പോൾ റിസപ്ഷനിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കയറുന്ന മുമ്പ് തന്നെ ഒരാൾ ഓടി വന്നു, ചേട്ടാ ഒന്ന് ബാക്ക് ഡോറിൽ കൂടെ പോകാവോ? ഇന്നലെ മാനേജർ പറഞ്ഞു, കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞങ്ങൾ ഈ ബ്ലഡിൽ കുളിച്ച് കയറി പോകുമ്പോൾ അവർക്ക് അവിടെ നിൽക്കുന്ന ഗസ്റ്റിന് ഈ ഡിസ്റ്റർബൻസ് ആവുന്നു, അവിടെ നടന്നു പോകുമ്പോഴൊക്കെ ബ്ലഡ് ആവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ഡോർ അവർ ബാക്ക് ഡോർ തുറന്നു ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ വരുമ്പോലെ ചെറിയൊരു ഇഷ്യൂ, അതായത് വണ്ടി ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് ആ സമയത്ത്. അത് ചെക്ക് ചെയ്യപ്പോഴാണ് ഈ ബോഡി കാണുന്നത്. അപ്പോൾ എന്താ സംഭവം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഫുൾ ബോഡിയാണ്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പ്രോസറ്റിക് വർക്കാണ്. അതൊന്നാം അവിടെ 3 തമിഴ് പോലീസേഴ്സാണ്. അപ്പൊ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാവില്ല. പിന്നെ ഓക്കെ, വലിയ സീനൊന്നും ആയിട്ടില്ല. അതൊക്കെ തരണം ചെയ്ത് ബ്രൂട്ടൽ മേക്കപ്പ് മാറുന്ന ടൈറ്റിലൊക്കെ നേടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ നമുക്ക് പ്രോസ്തെറ്റിക്കില് എക്സ്പ്ലെയിൻ ചെയ്യാത്ത 1-2 സീൻസ് കൂടെ ചോദിച്ചു നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പം ലാസ്റ്റത്തെ ഒരു ബ്രൂട്ടൽ സെഷൻ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ ഫൈറ്റ്, അതില് രണ്ട് ഇത്, അതായത് ഒന്നാ പ്രഗ്നന്റ് ലേഡിയുടെ വായില് കത്തി കുത്തുമ്പോ ഉള്ള സൈഡിലുള്ള ഒരു കാര്യങ്ങള്, പിന്നെ അതല്ലാതെ സിദ്ദിഖിന്റെ വൈഫിന്റെ ഒക്കെ വലിച്ചു കീറുന്ന ഒരു പോർഷനൊക്കെ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ സംഭവം ചെയ്തെടുക്കാനൊക്കെ എത്ര നേരം എടുക്കും മേക്കപ്പ്? അതാണ് മാജിക് എന്ന് തന്നെ പറയാം. അതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്തതാണ് ശരിക്കും. നമ്മുടെ കലൈ മാസ്റ്റർ വന്ന് പറയും, പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്, സുധി അത് നമുക്ക് വലിച്ചു കയറിയാലോ. അങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊന്നും. നമ്മളെ സബ്ജക്റ്റില് പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് പെട്ടെന്നുള്ള പ്ലാനിങ്ങിൽ പറയുന്ന കാര്യങ്ങളാണ്. ബാക്കി നമ്മൾ ഓൾറെഡി പീസ് വർക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞ കലൈ മാസ്റ്റർ നമുക്ക് വന്നിട്ട് അവരെ ഇങ്ങനെ, പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളത്
പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഷൂട്ടിംഗ് തീർക്കുക അങ്ങനെയുള്ള ഇതാണ്. പിന്നെ ഈ പറഞ്ഞ അത് ആ സീനിൽ തന്നെ ഒരുപാട് സീന് കട്ടായിട്ടുണ്ട്. അത് ഇനിയും കുറച്ചും കൂടി കൊച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സീനുണ്ട്, അതൊക്കെ സെൻസറിങ്ങിന് കട്ടായതാണ്. കൊച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ആ സീനിൽ തന്നെ കുറച്ച് വയലൻസ് അധികമുണ്ട്, അതെല്ലാം സെൻസറിങ്ങിൽ കട്ടായിട്ടുണ്ട്. കട്ടായി പോയതാണ്. ഈ പറഞ്ഞ സെയിം സീൻ പോലെ തന്നെയാണ് ലാസ്റ്റ് നമ്മൾ കുളിച്ചൊരുങ്ങി നമ്മുടെ മാർക്കോ പ്രതികാരത്തിന് പുറപ്പെടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രതികാരത്തിന് പുറപ്പെടുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കെട്ടുന്ന ഒരു സീനുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു പൊളയ്ക്കുന്ന ഒരു ഫീലാണ്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള. അതിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മോളിൽ ഞാൻ സാധനം ഉണ്ടാക്കി, അതൊക്കെ അപ്പൊ ചെയ്തതാണ്. അപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തതാണ്. അതൊക്കെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐഡിയോടെ ചെയ്തതാണ്. അത് അന്ന് തന്നെ പിന്നെ ഒന്നിച്ചുകൊണ്ട് മുടി കട്ട് ചെയ്യണമായിരുന്നു. മുടി 2 ഗെറ്റപ്പ് അന്നാണ് പ്ലാൻ ചെയ്യണം നമ്മൾ തന്നെ. അന്നൊന്നും നമ്മൾ നേരത്തെ പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വന്നു. പുള്ളി അതിന് റെഡിയായിരുന്നു, എന്തിനും മുടിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ പുള്ളി റെഡിയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു അത്. കുറെ പേർക്ക് തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുമ്പോ എന്താ അങ്ങനെ ഒരു ഫീല് കൊടുത്തൊരു സാധനമാണ് നമ്മള് ഹൃദയം വലിച്ചൂരുന്നത്. അതേപോലെ തന്നെ മറ്റേ സൈറസിന്റെ തല വെട്ടിയിട്ട് തലച്ചോറ് കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ പുറകിൽ ഇനിയും സീൻസ് ഉണ്ടായിരുന്നു, ഒക്കെ സെൻസറിങ്ങിൽ പോയതാണ് എന്നൊരു കേട്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ശരിക്കും അത് ഉള്ളതാണ്. കാരണം ഇപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ മെസ്സേജ് പറയാറുണ്ട്, ഈ ഭീകരനെ ഇങ്ങനെ കൊന്നാൽ പോരല്ലോ, ഇനിയും ഭയങ്കരമായിട്ട് അത് ശരിക്കും പുള്ളിയുടെ തല കട്ട് ചെയ്ത് മാറ്റുന്നത് മാത്രമല്ല, അതിന്റെ ശേഷം ഉണ്ണി നടന്നുകൊണ്ട് പ്രതികാരം തീരാതെ ഈ തലച്ചോറിനെ അടിച്ച് പൊട്ടിച്ച് അതിന്റെ തലച്ചോറും കംപ്ലീറ്റ് പുറത്ത് വരുന്നുണ്ട്. അതൊക്കെ അത് കാണാൻ പറ്റൂല. അത് കാരണം സെൻസർ മൈനായിട്ടൊക്കെ മാറ്റിയത്. കാരണം അത്രയും ഭീകരാവസ്ഥയല്ലേ പുള്ളി ചെയ്തത്. ചെറിയ കുട്ടികളെ വരെ പുള്ളി അത്രയും ചെയ്ത്. അപ്പൊ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ അയ്യോ അവൻ അത്രയല്ലേ ചെയ്തോളൂ എന്നൊരു ഫീൽ വരുന്നുണ്ട്. ശരിക്കും ഇനി ഉണ്ട്, അത് ഒറ്റിക്കിൽ വരുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കോയിൽ വെട്ടി മാറ്റിയ കൈയും വലിച്ചൂരി ഹൃദയവും തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് പ്രോസ്തെറ്റിക് സെക്ഷനിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഇന്റർവ്യൂവിലുടനീളം ഞാൻ കാത്തിരുന്നത് ഒരു കിടിലനായിട്ടുള്ള നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് പക്ഷെ ഇപ്പൊ പറയുന്നില്ല, നേരിട്ട് കാണാം. എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെ അത്രയും ഒരു അഗ്ലി ഫീലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അവയവങ്ങളുടെ ഒക്കെ പാർട്സ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്. സോ our bloody brutal makeup man is in here. ആള് പണിപ്പുരയിലാണ്. നമുക്കത് കേറി നോക്കിയാലോ ഗൈസ്? എന്റെ ദൈവമേ, സുധിച്ചേട്ടാ എന്താണ് പരിപാടി? അടുത്ത മാർക്കൊക്കെയാണോ? ഇതാണ് ഇത് മാർക്കിലുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മുടെ അനിയൻ ക്യാരക്ടർ ചെയ്ത ആളുടെ ബോഡിയാണ്, ആസിഡിലിട്ട് മുക്കിയ ബോഡിയാണ്. അതെ, പക്ഷെ സിനിമയിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് വരാൻ കാണിച്ചില്ല. അത് സെൻസറിന്റെ പ്രതീക്ഷിച്ചില്ല. അതെ, പല്ലിന്റെ ഡീറ്റെയിൽ എല്ലാ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡയറക്ടർ സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത്ര ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പല ഓപ്ഷൻ ഉണ്ട്, ചെയ്ത് കഴിഞ്ഞ് കുറെ ഓപ്ഷൻ ആള് പറഞ്ഞു. പല പാർട്സുകൾ മാറ്റി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റ് ചെയ്ത് തന്നതിന് കുറച്ച് പ്രോബ്ലം വന്നതുകൊണ്ട് പിന്നെ അത് കുറച്ച് കറക്ഷൻസ് മാറ്റി നമ്മളത് ഫൈനലി റിസൾട്ടിൽ കൊണ്ടുവന്നതാണ്. അതെ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുറച്ച് പുഴുക്കൾ ഞാൻ ട്രീറ്റ് ചെയ്തു. പുഴുക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കൊടുത്തു. അങ്ങനെ ഇത് ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പുഴു ഇടുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പുഴുവിനെ ട്രീറ്റ് ചെയ്തത്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു ഗംഭീര പരിപാടിയായിട്ട് ഡ്രസ്സ് വരാം ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പടത്തിന്റെ ഭയങ്കര ഹൈപ്പ് വരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇതിപ്പോ ആസിഡിൽ വന്നതൊക്കെ വെള്ളത്തിൽ ചേഞ്ച് വരുമ്പോൾ അതിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ അതിന്റെ ഫ്ലൂഡിങ് എല്ലാം വരുന്നതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫ്ലൂഡിങ്, അതിൽ വരുന്ന പുഴുക്കള്, അങ്ങനെ കുറെ. സാധാരണ നമ്മളൊരു ബോഡി ചെയ്യുമ്പോൾ മരിച്ച ആളുടെ ബോഡി എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ സ്പിരിറ്റ് വീണ ശേഷം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് റെഫറൻസ് കിട്ടത്തില്ല, ഗൂഗിളൊന്നും അങ്ങനെ കിട്ടത്തില്ല. അപ്പം ഞാൻ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മുടെ ആർട്ടിസ്റ്റ് ക്ലേ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചു. അവനും ഈ ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ ഒന്നുകൊണ്ട് സ്കെച്ച് ചെയ്ത് ഓപ്ഷൻ ചെയ്ത് ഡയറക്ടറെ കാണിച്ച ശേഷമാണ് ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ അത് ഡോക്ടറിൻ്റെ ഒരു സഹായം കൂടെ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടിയത്. പക്ഷെ അത് OTT വരുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സിനിമയിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഒരു വിഷയം കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയും കണ്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ പേടിച്ചില്ലേ, നിൽക്കാൻ ബോഡിയിൽ തന്നെയാണ് ചെയ്തിരിക്കുകയാണ്. കാരണം നോക്കിയ വാരിയെല്ലും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഫുൾ ബോഡി വർക്കുണ്ട്. എല്ലാം കളറിങ്ങിലെല്ലാം പക്ക ഡീറ്റെയിലിംഗ് ആയിട്ടും ആ ഒരു മൂഡ് കറക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൈകൾ കാലുകൾ എല്ലാം കൂടെ ഇത് നമ്മൾ പറയുന്നത് ജഗദീശന്റെ കൈ തന്നെയാണ് ഡൈ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോ ഗ്രോത്തും ഈ പറഞ്ഞ പോലെ എല്ലാം കളർ ടോണും സാധനങ്ങളെല്ലാം നല്ല ടൈം എടുക്കുന്ന വർക്കാണ് അത്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് കൊടുക്കണം. ഇത് അൻവറിന്റെ കൈ, നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൈ തന്നെയാണ്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ലൈവായിട്ട്. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന കൈ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നെ. നമുക്ക് അത്യാവശ്യം ബ്ലഡും കാര്യങ്ങളെല്ലാം സ്റ്റോക്കാണ്. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറൻറ്റ് ഫൈവ് കൈ അൻവറിന്റെ കൈയായിട്ട് വരുന്നത്. ഇതിലേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ബ്രെയിന്, നമ്മുടെ കബീർ സിംഗിന്റെ ഹെഡ് പൊട്ടിയ ശേഷം പുറത്തു വരുന്ന അതിനാണ് ഇത് ഇങ്ങനെ ബ്രീത്തിങ് എല്ലാം കറക്റ്റ് പമ്പിങ്ങിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു ടൈമിംഗ് പമ്പിങ് ആയിരുന്നു. അതിപ്പോ ഇവിടെ ഇല്ല. ടൈമിംഗ് പമ്പിങ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഒരു കറക്റ്റ് ബീറ്റ് കിട്ടും. അത് അനീഫ് സാർ ഇങ്ങനെ നിർബന്ധമായിരുന്നു. കാരണം ഹാർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഈ ബീറ്റിങ്ങിൽ പുള്ളിയുടെ റിയാക്ഷൻ ഭയങ്കരമായിട്ട് വന്നിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് ഒരു സീക്വൻസ് ആയിരുന്നു അത്. പക്ഷെ അത് എത്രമാത്രം വന്നെന്ന് എനിക്കറിയാം. ഞാൻ പണം അങ്ങനെ ദുബായിന്ന് കണ്ട കാരണം അത് മലയാളത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും. ഇത് നമ്മൾ ഫൈറ്റേഴ്സിന് ഉപയോഗിക്കുന്ന കലൈ മാസ്റ്റർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ഒട്ടിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ സീനും എനിക്ക് ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൈ പൊട്ടിക്കുന്ന സമയത്ത് ഈ ചോരയും ആ ബോൺ പുറത്തു വരുന്നതിന്റെ ഒരു സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് എൻഡിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ഒടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബോൺ പുറത്തു വരുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഒരിക്കലും ആർട്ടിസ്റ്റ് ലൈവ് ഷൂട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേ ബ്ലഡിന്റെ പമ്പിങ് കൊടുക്കും. ആ സമയത്ത് തന്നെ ബ്ലഡ് പമ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ CGയുടെ വർക്ക് വളരെ കുറവാണ്. എന്നാലും CG നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് പറയേണ്ടി വന്നത് നമ്മുടെ ആ ഒരു ഹെഡാണിത്. അപ്പൊ ആ ഹെഡും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പുള്ളി ഒരു 3 hours വരെ നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് ആൾ ഇരുന്ന് എന്നതാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് പുള്ളിക്കും ഭയങ്കര ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അതും പുള്ളിക്ക് എൻജോയ് ചെയ്തു. പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്തു. ബോംബെന്ന് വന്നതാണ് ആള്, ചെയ്യാനായിട്ട് വന്നത് തന്നെയാണ്. ബോണടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിനിമ എത്രമാത്രം അത് കാണിക്കാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. നമുക്കൊരു മനുഷ്യനെ തൊട്ടടുത്ത് ഫീല. ഇപ്പൊ ചെവിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ചെവി കടിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ മാർക്കോ. അപ്പൊ അതെങ്ങനെ കടിച്ചിട്ട് പിടിച്ച് പുള്ളിക്കാരൻ നിന്നൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാൻ പാടുണ്ടായിരുന്നോ? പുള്ളി പിന്നെ ക്യാരക്ടറിലോട്ട് മാറി. പിന്നെ നമ്മൾ എന്തിനും റെഡിയായിരുന്നു. എന്ത് കൊടുത്താലും പുള്ളി റെഡിയാണ്. ഫസ്റ്റൊക്കെ ഒരു ചെറിയൊരു, കാരണം ഇത് കാണുമ്പോൾ തന്നെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ. ജഗദീശന്റെ കയ്യിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയില്ല, ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ ആളെ ഫ്ലാറ്റ് ആയി. കാരണം അത്ര ഒറിജിനാലിറ്റിക്ക് നമ്മൾ ചെയ്തു കൊടുത്തത്. അപ്പൊ ആ ഒരു സ്ട്രൈക്കും ആ ഒരു വിറയലൊക്കെ കിട്ടിയപ്പോ തന്നെ കംപ്ലീറ്റ് ആ സംഭവം കിട്ടിയായിരുന്നു. കാലുണ്ട്, കാല് കുറച്ച് കളറിങ് പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് മോൾഡായിട്ട് കിട്ടുന്നത്. ഈ ഒരു അവസ്ഥയാണ് മോൾഡായിട്ട് നമുക്ക് ആർട്ടിസ്റ്റ് ചെയ്തു തരുന്നത്. ബാക്കി ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഇത്രയും കളറിങ്ങും ഈ ഒരു എഫക്റ്റ് എല്ലാം കാണുന്നതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കാരണം മോൾഡ് ഒരു ക്ലേ ആർട്ടിസ്റ്റ് അതിൽ പ്രോസസ് ചെയ്യുന്ന ആൾ ഈ ഒരു മോൾഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിലിംഗ് കളറിങ് ഈ ബ്ലഡിന്റെ കോൺടാക്ട്സ് എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണ് ഇത്രയും ഒരു ഔട്ട്പുട്ട് വന്നത്. സസ്പെൻസ് ഉണ്ട്, കാണിക്കാം. കാണാൻ ആഗ്രഹിച്ചിരുന്ന പക്ഷെ അതില് ബ്ലഡും ഈ പറഞ്ഞ പോലെ ഭയങ്കര വീട്. ഇപ്പം സുന്ദര കുട്ടനായിട്ട് കുടിച്ചൊരുങ്ങി സുന്ദര കുട്ടനായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ രീതിക്കാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫുൾ ബ്ലഡിൽ കുളിച്ച് ഈ ഒരു ആക്ഷനോടെ കിട്ടുന്ന ഒരു പരിപാടിയായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയായിരിക്കും ട്രേസറിൽ ആ പുള്ളിക്കാരൻ നമ്മളെ കബീർ സിംഗ് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ സുന്ദരനാണ്,
ചുള്ളനാണ്, പക്ഷെ ബ്ലഡിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ചെയ്തു തന്നത് ഹൈദരാബാദിലുള്ള ടീമാണ്. അവർക്ക് പ്രത്യേകം പറഞ്ഞാണ് അവർ ചെയ്തു തന്നത്. നമ്മുടെ വർക്ക് ചെയ്ത സേതു അല്ല ചെയ്തു തന്നത്, കാരണം അവന് ചെയ്തിട്ട് അത് വർക്കായില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഹൈദരാബാദിൽ നിന്ന് ഞാൻ ടീമിനെ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത്. പക്ഷേ ആക്ഷനും അതിൻ്റെ ടീംസ് എല്ലാം നമ്മൾ തന്നെയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. തിയേറ്ററിലും ഭയങ്കര ഡിസ്റ്റർബ് ചെയ്ത സീനായിരുന്നു. ഞാൻ വേറെ സംഭവം കാണിക്കാം. ഇത് കൂടി ഒന്ന് പിടിക്കാവോ? ഞാൻ പിടിക്കത്തില്ല. ബോൾ അത് പിടിച്ചോ? ഞാൻ പിടിക്കത്തില്ല ചേട്ടാ. അയ്യോ ഒന്നുമില്ല, ജസ്റ്റ് കാലിൽ പിടിച്ചാൽ മതി. ഇല്ല ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ആ